എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനലിൽ നൽകുന്ന പ്രോത്സാഹനത്തിന് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമ്മൾ ശനിയുടെ വക്രാവസ്ഥ മൂലം ഓരോരോ കൂറിലും പെട്ട വിവിധ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം സാമാന്യ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് തുലാക്കൂറ്, വൃശ്ചികക്കൂറ്, ധനുക്കൂറ് എന്നിവയിൽ വരുന്ന നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് ശനിയുടെ വക്രകാലത്ത്. ഇപ്പോൾ ശനിയുടെ വക്രകാലം എന്ന് പറയുന്നത് 2024 ജൂൺ 29 മുതൽ നവംബർ 15 വരെയാണ് വക്രത്തിൽ സഞ്ചരിക്കുന്നത്. പക്ഷെ ശനി രാശി വിട്ടുപോകുന്നില്ല. മൂലത്രികോണ ക്ഷേത്രമായ കുംഭൻ രാശിയിൽ തന്നെ ഒരു നക്ഷത്രം പുറകോട്ട് വന്നിട്ട് വീണ്ടും മുന്നോട്ട് പോകും. അത്രയേ ഈ സമയത്ത് സംഭവിക്കുന്നുള്ളൂ. എങ്കിൽ പോലും ശനിയുടെ ഈ മൂവ്മെൻറ്റ്, അതായത് ശനിയുടെ ഈ പുറകോട്ടുള്ള ചലനം എല്ലാ ആളുകൾക്കും ചെറുതോ വലുതോ ആയ അനുഭവങ്ങൾ നൽകുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് പൊതുവായ ചില കാര്യങ്ങൾ പറയാം എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റ് നമ്മൾ ഗ്രഹസ്ഥിതികൾ ഈ സമയത്തുള്ളത് നോക്കുമ്പോൾ രാഹു മീനത്തിലുണ്ട്, വ്യാഴം ഇടവൻ രാശിയിൽ സഞ്ചരിക്കുകയാണ്, കേതു ആണെങ്കിൽ കന്നി രാശിയിലാണ് ഉള്ളത്. പിന്നെ സൂര്യൻ ഇപ്പോൾ മിഥുനൻ രാശിയിലാണ്. 15-ാം തീയതി കഴിയുമ്പോഴത്തേക്കും കർക്കടകൻ രാശിയിലേക്ക് കടക്കും. ബുധശുക്രന്മാരും ഈ പറയുന്ന പോലെ ഇപ്പോൾ കർക്കടകൻ രാശിയിൽ നിൽക്കുന്നു. ശനിയുടെ ഈ വക്രകാലത്ത് വിവിധ രാശികളിൽ കൂടെ 3-4 രാശികൾ അത് മാറും. സൂര്യനും 3-4 രാശികൾ മാറുന്നതാണ്. ഈ ബുധനും ശുക്രനും എപ്പോഴും സൂര്യൻ്റെ തൊട്ടടുത്ത രാശികളിലോ സൂര്യൻ നിൽക്കുന്ന രാശിയിലോ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം സൂര്യനുമായിട്ട് ഏറ്റവും അടുത്ത് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. പിന്നെ ഇതാണ് നമുക്ക് സാമാന്യ ഗ്രഹസ്ഥിതികളായിട്ട് കാണുന്നത്. അപ്പം അവയുടെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലും ഗ്രഹങ്ങളിങ്ങനെ മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിലും വ്യാഴത്തിൻ്റെ സ്ഥാനം കൊണ്ടും ശനിയുടെ സ്വതവേയുള്ള പ്രവർത്തന രീതി കൊണ്ടും അല്ലെങ്കിൽ ഫലദായക ശക്തി കണക്കാക്കിയും പിന്നെ മൂലത്രികോണ ക്ഷേത്രത്തിലെ വക്രാവസ്ഥ, മൂലത്രികോണ ക്ഷേത്രത്തിലാണ് പുറകോട്ട് വരുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയുമാണ് നമ്മൾ ഈ ഫലങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തുലാക്കൂറുകാരുടെ ഫലങ്ങളിലേക്ക് കടക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാമത്തെ പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 1/4 ഭാഗം. ചിത്തിരയുടെ അവസാനത്തെ 30 നാഴിക, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 45 നാഴിക. ഇതാണ് തുലാക്കൂറ്. അവരെ സംബന്ധിച്ച് 4ാം ഭാവത്തിൻ്റെയും 5ാം ഭാവത്തിൻ്റെയും അധിപനാണ് ശനി. ഈ ശനി 5ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 4ാം ഭാവം കുടുംബമാണ്, വാഹനം ഒക്കെയാണ്. 5ാം ഭാവം എന്ന് പറയുന്നത് സന്താന ഭാവമാണ്, ബുദ്ധിയുടെയും പ്രജ്ഞയുടെയൊക്കെ ഭാവമാണ്. അപ്പോൾ സന്താന ഭാവത്തിലാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഭാഗ്യം നൽകുന്നതിലും ഒരു അളവ് വരെ 5ാം ഭാവത്തിന് പങ്കുണ്ട്. ഇപ്പോൾ എന്താണെങ്കിലും കർമ്മരംഗത്ത് കുറേയേറെ മാറ്റങ്ങൾ ഈ സമയത്ത് സംഭവിക്കാം. സ്ഥലം മാറ്റം ഉണ്ടാകാൻ ജോലിയിലിരിക്കുന്നവർക്ക്, ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നൊന്ന് മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തന മേഖല ഒന്ന് മാറ്റിയെടുക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലും പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. വസ്തു സംബന്ധമായ ഇടപാടുകളൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. പൈതൃക സ്വത്തായിട്ട് ലഭിച്ച വസ്തു വിൽക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് ധനലാഭവും ഉണ്ടാകാം. അപ്പോൾ 5ൽ ശനി സഞ്ചരിക്കുന്ന സമയം അത്ര ഗുണകരമൊന്നുമല്ല. പക്ഷേ ശനി വക്രത്തിൽ നിൽക്കുന്ന ഈ സമയം കുറേ ധനം കൊടുക്കുന്നതാണ്. ഈ ധനം കൊടുക്കുന്നത് എങ്ങനെയാണ്? കയ്യിലുള്ള ഒരു വസ്തു ക്രയവിക്രയം ചെയ്യുമ്പോഴാണ് ധനം കൊടുക്കുന്നത്. അല്ലെങ്കിൽ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് ധനം കയ്യിലേക്ക് വരുന്നത് എന്ന് പറയാം. വാഹനം വിൽക്കാനും വേറൊന്ന് വാങ്ങിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് തീർക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് സാമാന്യം ഗുണകരമായ ഒരു സമയമാണിത്. ഒരുവിധം ലാഭമൊക്കെ കിട്ടാനായിട്ട് ഈ സമയം ഉപകരിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വൻതോതിലല്ലെങ്കിലും ചെറിയ തോതിലൊക്കെ സാമ്പത്തിക സഹായം ഉണ്ടാകും.
അതുപോലെ തന്നെ അധ്യാപകർ, ഗവേഷണ വിദ്യാർത്ഥികൾ, പിന്നെ ക്ലാസ് എടുക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന ആളുകൾ, പ്രാസംഗികർ, പിന്നെ പ്രീസ്റ്റുകൾ, അതായത് ആത്മീയ പ്രഭാഷണമൊക്കെ നടത്തുന്നവർ, അവർക്കൊക്കെ ഗുണകരമായ സമയമാണ്. രോഗാവസ്ഥകൾക്ക് അല്പം കുറവുണ്ടാകും. എന്നാൽ തീരെ ഒട്ടും രോഗമില്ലാതിരിക്കുകയില്ല. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യത്തിലെ അനൈക്യമൊക്കെ മാറിയിട്ട് ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാകുന്നതാണ്. ബിസിനസ് രംഗം വിപുലപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ ഒരു പരിധിവരെയെങ്കിലും സമൂഹം വില കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊന്ന് കേൾക്കാൻ തയ്യാറാകുന്ന ഒരു കാലമാണ്. പിന്നെ കേസുകളും വഴക്കുകളും അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പോലും രമ്യമായിട്ട് പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യതകൾ പരിഹരിച്ചു തുടങ്ങാൻ ഈ കാലം ഉപകരിക്കും. പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ സാധിച്ചെന്ന് വരികയില്ല, കുറച്ചൊക്കെ കൊടുത്തു തീർക്കാം. അതായത് നമുക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിലേക്ക് ധനബാധ്യത തിരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് ധനബാധ്യത ഒരു പരിധിവരെ ഒഴിവാക്കിയാൽ നമ്മളെ കടം തന്നവർ ശല്യപ്പെടുത്തുന്ന ഒരു രീതിയിൽ നിന്ന് ഒരു മോചനം കിട്ടും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ ശ്രദ്ധ കാണിക്കാനായിട്ട് കഴിയുന്ന സമയമാണ്. ഇഷ്ടപ്പെട്ട കോഴ്സിനൊക്കെ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇതാണ് പൊതുവെയുള്ള ഫലം. അപ്പോൾ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ചില മണ്ടത്തരങ്ങളൊക്കെ ചെയ്യിക്കും എന്നുള്ളതും സത്യമാണ്. ചിലപ്പോൾ അധികമായിട്ട് ചിന്തിക്കാതെ അബദ്ധത്തിൽ ചാടുക, അമിതമായിട്ട് ചിന്തിച്ച് അബദ്ധത്തിൽ ചാടുന്നതും സംഭവിക്കാം. അപ്പോൾ ശനി ജാതകത്തിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും ഈ സമയത്ത് അതിൻ്റെ പ്രവർത്തനം. അതുപോലെ തന്നെ സന്താനങ്ങളുടെ കാര്യത്തിലും എടുത്തുചാടിയ സന്താനങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ സമയത്ത് അത് അവർ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അവർ പറയുന്നത് എല്ലാം അംഗീകരിച്ചു കൊടുക്കണമെന്നല്ല, അവരോട് പറയുമ്പം നയപരമായിട്ട് ഇടപെടുക. സന്താനങ്ങളുടെ അഭിപ്രായങ്ങൾ തെറ്റാണെങ്കിൽ വെട്ടിത്തുറന്ന് ദേഷ്യപ്പെട്ട് അവരെ അടിച്ചേൽപ്പിക്കാതെ സമാധാനപരമായിട്ട് പറഞ്ഞ് അവരെ മനസ്സിലാക്കുക. കാരണം ഈ ഒരു സമയത്ത് അങ്ങനെയുള്ള ചില കോൺഫ്ലിക്റ്റുകളും ഉണ്ടാകാം. പക്ഷേ വീട്ടിൽ പൊതുവേ അന്തരീക്ഷം ഗുണകരമായിരിക്കും ശനി വക്രത്തിലായതുകൊണ്ട്. ഇനി അവർ ചെയ്യേണ്ട വഴിപാടുകളെ പറ്റി നോക്കാം. തുലാക്കൂറുകാരൻ അവരുടെ രാശിനാഥൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ഈ ശുക്രൻ ഇപ്പം 10-ലാണ്. 10-ൽ ശുക്രൻ നിൽക്കുന്ന കാലം സാധാരണഗതി അനുകൂലമല്ല. പക്ഷേ രാശിനാഥനായതുകൊണ്ട്, അല്ലെ കൂറിൻ്റെ നാഥനായതുകൊണ്ട് ശുക്രൻ 10-ൽ നിൽക്കുമ്പോൾ കർമ്മഭാവത്തിൽ ഗുണമുണ്ടാകും. അതോടെ ചേർത്താണ് ഞാൻ ഈ ഫലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ നമ്മൾ കണക്കാക്കുമ്പോഴത്തേക്കും മഹാലക്ഷ്മിക്ക് വഴിപാട് ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. നെയ്വിളക്ക് തെളിയിക്കുക, വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുക, വെളുത്ത പട്ട് സമർപ്പിക്കുക, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അർച്ചന സമർപ്പിക്കുക. ഇത് ശുക്രൻ്റെ ആനുകൂല്യം ലഭിക്കാൻ വളരെ നല്ലതാണ്. ഈ ധനപരമായ കാര്യങ്ങൾ, നല്ല രീതിയിലുള്ള ധനം നമ്മളിലേക്ക് വരാനായിട്ട് ശുക്രൻ വളരെ ഗുണകരമാണ്. വ്യാഴമാണ് ഏറ്റവും മെച്ചമുള്ളത്. ശുക്രൻ്റെ സ്ഥാനം കൊണ്ടും അത് ലഭിക്കുന്നതാണ്. അപ്പോൾ കർമ്മഭാവത്തിൽ ശുക്രൻ വന്നിരിക്കുന്നത് കൊണ്ടും ശുക്രൻ രാശിനാഥനായതുകൊണ്ടും കർമ്മത്തിലൂടെ കുറേ ധനലാഭം ഉണ്ടാകും. വ്യാപാരത്തിലൊക്കെ ആണെങ്കിലും ധനലാഭം ഉണ്ടാകാനുള്ള ഒരു യോഗം ഈ സമയത്തുണ്ട്. അപ്പോൾ ശുക്രപ്രീതികരങ്ങളായ കർമ്മങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ പതിവ് പോലെ തന്നെ ശനിദോഷത്തിന് പരിഹാരമായിട്ട് ശാസ്താവിന് നീരാജനം, എള്ളുപായസം, എള്ളുതിരി തെളിയിക്കൽ, ശനി ഭഗവാന് എള്ളുതിരി തെളിയിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പിതൃദോഷം എന്തെങ്കിലും ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് ഈ സമയത്ത് ഉത്തമമാണ്. പിതൃദോഷം എന്തെങ്കിലും പിതൃക്കളുമായിട്ട് സംബന്ധിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ദയവായിട്ട് ഈ സമയത്ത് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. കാരണം പിതൃദോഷം നിലനിന്നാൽ നമ്മളിലേക്ക് ഒരിക്കലും പൂർണ്ണമായ ഐശ്വര്യം വന്നു ചേരുകയില്ല. എപ്പോഴും ഈ പിതൃകടം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു സംഗതിയാണ്. പിതൃക്കൾ എന്ന് പറയുമ്പോൾ പിതാവും മാതാവും മാത്രമല്ല, അതിൻ്റെ മുൻതലമുറ ഏതെങ്കിലുമൊക്കെ ആകാം. അപ്പം ചില കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് അതിൻ്റെ പിന്നിൽ ചില ശാസ്ത്രങ്ങളും ഉണ്ട്, സ്പിരിച്വലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കധികം ചിലവില്ലാത്ത കാര്യങ്ങളെന്നുള്ള രീതിയിൽ ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് പൂർത്തിയാക്കുക. അതിലൂടെ തന്നെ നമുക്ക് വലിയൊരു മനസ്സമാധാനവും ഒരു കടം വീട്ടിയതിൻ്റെ ഒരു ഗുണവും അനുഭവപ്പെടും. അപ്പോൾ അതാണ് അവർക്ക് ചെയ്യാനുള്ളത്. ശാസ്താവിൻ്റെ വഴിപാടുകൾ, ശനി ഭഗവാനുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക.
ഇപ്പോൾ കർക്കിടക വാവൊക്കെയാണല്ലോ വരുന്നത്, അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം ഒന്ന് സൂചിപ്പിച്ചത്. പിതൃകർമ്മങ്ങളും എല്ലാം ബാക്കിയുണ്ടെങ്കിൽ ആ സമയത്ത് അത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. പിന്നെ കേസുകളും വഴക്കുകളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് സർപ്പദൈവങ്ങൾക്ക് ഒരു വഴിപാട് ചെയ്യുന്നത് ഗുണകരമാണ്. രാഹുവിൻ്റെ സ്ഥാനം കൊണ്ടും കേതുവിൻ്റെ സ്ഥാനം കൊണ്ടും ഒക്കെ നോക്കുമ്പോൾ സർപ്പദൈവങ്ങൾക്ക് ഒരു ആയില്യപൂജയോ നൂറും പാലുമോ അല്ലെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടി സമർപ്പിക്കുകയോ പട്ട് സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട, ഈ 3 നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ ഉൾപ്പെടുന്നത്. അവരുടെ 3ഉം 4ഉം ഭാവത്തിൻ്റെ അധിപതിയാണ് ശനി. 3-ാം ഭാവം സഹോദരഭാവമാണ്. അതുപോലെ തന്നെ ധൈര്യം, വീര്യം തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ നമുക്ക് ലഭിക്കുന്ന സഹായങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ 4-ാം ഭാവം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ഭാവമാണ്. കുടുംബത്തോടൊപ്പം തന്നെ വാഹനത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് 4-ാം ഭാവം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 4ലാണ് ശനി സഞ്ചരിക്കുന്നത്. കുടുംബത്തിൻ്റെ ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു. ആ ശനി വക്രത്തിലുമാണ്. 4ൽ ശനി എന്ന് പറഞ്ഞാൽ കണ്ടകശനിയാണ്. പക്ഷേ ഈ കണ്ടകശനി ആണെങ്കിൽ പോലും ശനി വക്രത്തിലായതുകൊണ്ടും മൂലത്രികോണത്തിൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ടും ഈ ഒരു പർട്ടിക്കുലർ സമയത്ത്, ഈ ജൂലൈ മുതൽ നവംബർ വരെയുള്ള ഈ ഒരു സമയത്ത് കുറേ പോസിറ്റീവ് ഫലങ്ങളും കൂടെ അനുഭവപ്പെടും. കണ്ടകശനിയുടേതായ ആ മോശം അന്തരീക്ഷം മാറിയിട്ട് അല്പസ്വല്പം ഗുണാനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ പദ്ധതികളൊക്കെ അവർക്ക് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സാധിക്കും. തടസ്സപ്പെട്ട് കിടന്ന ചില കാര്യങ്ങൾ ഉണർന്നു വരും. ഈ സമയത്ത് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില അനുഭവങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ള ചില നല്ല കാര്യങ്ങളൊക്കെ ഈ സമയത്ത് വീണ്ടും ഒന്ന് ആക്റ്റീവാകും. നേരത്തെ തടസ്സപ്പെട്ട് കിടന്ന പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കത് കിട്ടാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ്. അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലൊക്കെ എങ്കിലും എത്തിച്ചേരാനുള്ള സാധ്യത ഉള്ള സമയമാണ്. ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവർ ഈ സമയത്ത് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള എന്തെങ്കിലും ഒരു വഴിപാട്, ഇപ്പോൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരവരുടെ വിശ്വാസം അനുസരിച്ചുള്ള എന്തെങ്കിലും അന്നദാനമോ അല്ലെങ്കിൽ ഒരു കാണിക്കയെങ്കിലും സമർപ്പിച്ചിട്ട് ഇൻ്റർവ്യൂവിന് പോവുക. കാരണം അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സമയത്ത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഗുണകരമാണ്. പിന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ശമ്പളത്തിൽ വർധനവിന് സാധ്യതയുണ്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ശമ്പള വർധനവിന് സാധ്യതയുള്ളൊരു സമയമാണ്. അധിക ചെലവുകൾ അല്പം ഒന്ന് നിയന്ത്രിക്കാനും കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. കേസുകളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ അതിന് സ്റ്റേ ലഭിക്കുന്നതാണ് നമുക്കെതിരെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മനപ്രയാസത്തിൽ നിന്ന് ഒരു മോചനം കിട്ടുന്ന ഒരു സമയമാണ്. കടങ്ങൾ വീട്ടി തുടങ്ങാനായിട്ട് സാധിക്കും. കുറേ പൈസയൊക്കെ തിരിച്ചടയ്ക്കാൻ സാധിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. വസ്തു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വീടും വസ്തുവും കൂടെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അതിനുള്ള യോഗം ഉണ്ടാകുന്നതാണ്. സാമാന്യം ദൈവാധീനമുള്ളൊരു സമയമാണ്. വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കുന്നതാണ്. പൊതുവെ ശുഭകരമായ അനുഭവങ്ങളായിരിക്കും പല കാര്യങ്ങളിലും ഉണ്ടാകുന്നത്. പൂർണ്ണ ശുഭകരമല്ല, അതുകൂടെ മനസ്സിലാക്കുക. ശനി വക്രത്തിലായതുകൊണ്ട് കണ്ടകശനിയുടെ പൂർണ്ണ ഫലവും ഇല്ലാതാകുന്നില്ല. എന്നാൽ അതേ സമയത്ത് വക്രത്തിലുള്ള ശനി ആയതുകൊണ്ട് 4ലെ ശനി പതിവ് പോലെ ദോഷം ചെയ്യുകയില്ല. 2 കാരണങ്ങൾ കൊണ്ട്: വക്രത്തിലായതുകൊണ്ടും മൂലത്രികോണത്തിൽ നിൽക്കുന്നതുകൊണ്ടും. പിന്നെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനം കൊണ്ടുമാണ് ഇത് പറയുന്നത്. അപ്പോൾ രോഗശമനം ഉണ്ടാകും. ഒരു കുറെയെങ്കിലും രോഗത്തിന് ശമനം ഉണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ മാതാവിന് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അതും ഒന്ന് കുറയുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകാനായിട്ട് സാധ്യതയുണ്ട്. അത് അവിവാഹിതരുടെ കാര്യത്തിലും അതെ. വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് വിവാഹത്തിന് സാധ്യതയുണ്ട്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല കോഴ്സിന് പ്രവേശനം കിട്ടാനും അതുപോലെ തന്നെ അവർ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന മേഖലയിൽ പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതാണ് നമുക്ക്
വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. വൃശ്ചികക്കൂറിൻ്റെ നാഥനായ ചൊവ്വ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇടവത്തിലേക്ക് മാറും. വ്യാഴവും ചൊവ്വയും കൂടെ ചേർന്നുള്ള ഒരു യോഗം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് ചില കാര്യങ്ങൾക്ക് ഗുണവും ചില കാര്യങ്ങൾക്ക് ദോഷവുമാണ്. എന്നാലും ഈ ഒരു സമയത്ത് നമ്മൾ ശനിയെ കൊണ്ടുള്ള കാര്യമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. എങ്കിലും നമ്മൾ ശനിയുടെ വക്രാവസ്ഥയുടെ ഒരു ബലം കൊണ്ട് മറ്റ് ഗ്രഹാവസ്ഥകൾ ഒരല്പം ദോഷാവസ്ഥകൾ മാറുകയും ഈ സമയത്ത് നമുക്ക് സാമാന്യമായൊരു ഗുണം ലഭിക്കാനുമുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ വഴിപാടുകൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വൃശ്ചികക്കൂറിൻ്റെ വഴിപാടുകൾ ശാസ്താവിനാണ് ഏറ്റവും പ്രധാനമായിട്ട് വഴിപാട് കൊടുക്കേണ്ടത്. കണ്ടകശനിയാണ്. കണ്ടകശനി മാറുന്നതിന് വേണ്ടിയിട്ട് ശാസ്താവിനും ഹനുമാൻ സ്വാമിക്കും വഴിപാട് കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ജോലിക്കോ ഇൻ്റർവ്യൂവിനോ ഒക്കെ പോകുന്നവർ ഗണപതി ഭഗവാനും കൂടെ വഴിപാട് ചെയ്യുക. ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിച്ച് ധാരാളം പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ അതാണ്, ജോലിക്കോ ഇൻ്റർവ്യൂവിനോ ശ്രമിക്കുന്നതിന് മുമ്പ് ഒരു കറുകമാല സമർപ്പിച്ചിട്ട് പോവുക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടും. മനസ്സിനൊരു ധൈര്യവും നമുക്കൊരു പിന്തുണ ഉള്ളതുപോലെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അവർക്ക് കൺവിൻസിങ് ആകുന്ന രീതിയിൽ, അവർക്കൊന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് മറുപടി പറയാനായിട്ട് സാധിക്കും. പരീക്ഷകളിൽ നമുക്ക് പല കാര്യങ്ങളും അതുവരെ നമ്മൾ വലുതായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പേപ്പറിലേക്ക് എഴുതി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ചെയ്യുക. ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക. മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച നീരാഞ്ജനവും കൊടുത്ത് എള്ളുതിരിയും സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ശനി ഭഗവാന്റെ മുമ്പിൽ ഒരു എള്ളുതിരി തെളിയിക്കുക. അങ്ങനെ ഈ ശനി വക്രത്തിലുള്ള സമയത്ത് 239 ദിവസം വരുന്ന ഉണ്ടല്ലോ, ഏകദേശം 4 മാസം വരും, 4.5 മാസത്തോളം വരും. അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന ആദ്യ ശനിയാഴ്ചകളിൽ നമ്മൾ തിരി തെളിയിച്ച് പ്രാർത്ഥിക്കുക. അത് വളരെ ഗുണകരമാണ്, തടസ്സം മാറും. പിന്നെ അവർ ചെയ്യേണ്ടത് അവരുടെ കുടുംബദേവതയ്ക്ക് വഴിപാട് ചെയ്യുക, കാണിക്കയൊക്കെ സമർപ്പിക്കുക, പട്ട് സമർപ്പിക്കുക, കടുംപായസം സമർപ്പിക്കുക. അതൊക്കെ നല്ലതാണ്. രോഗാദി ദുരിതങ്ങൾ നമ്മുടെ ആണെങ്കിലും മാതാവിനുണ്ടാകുന്ന രോഗദുരിതങ്ങൾക്കാണെങ്കിലും മഹാദേവന് വഴിപാട് ചെയ്താൽ അത് മാറുന്നതാണ്. മഹാദേവന് ഏതെങ്കിലും ചെറിയ ഒരു വഴിപാട് ചെയ്താൽ രോഗാദി ദുരിതങ്ങളിൽ നിന്ന് നല്ലപോലെ മോചനം കിട്ടുന്നതാണ്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ധനുക്കൂറുകാർക്ക് യഥാർത്ഥത്തിൽ കണ്ടകശനിയൊക്കെ മാറി, കണ്ടകശനിയല്ല ഏഴരശനി, ഏഴരശനി ഒന്ന് മാറി അവർക്ക് സാമാന്യം ഗുണകരമായിട്ട് വരികയാണ് ശനിയുടെ കാര്യത്തിൽ. മറ്റു ചില ഗ്രഹാവസ്ഥ കൊണ്ട് ഏതാനും നാളുകളൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ശനി വക്രത്തിൽ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വീണ്ടും കുറച്ച് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. വക്രത്തിൽ പിന്നോട്ട് വരുന്നില്ലാത്തത് കൊണ്ട് വലിയ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുകയില്ല, പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും ഒരല്പം വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അവരുടെ 2ഉം 3ഉം ഭാവാധിപനാണ് ശനി. 2ാം ഭാവം ധനത്തിൻ്റെ ഭാവമാണ്. 3ാം ഭാവം സഹോദര സ്ഥാനമാണ്. അപ്പോൾ ഈ വക്രത്തിലെ ശനി ഇവർക്ക് കുറച്ച് ഗുണം ചെയ്യും, ചില കാര്യങ്ങളിൽ ദോഷവും ചെയ്യും. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. അവർക്ക് പുതിയ ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് ഗുണകരമായ ഒരു കാലമാണ്. അപ്പോൾ ഈ 3ൽ ശനി സഞ്ചരിക്കുന്ന സമയം, 3ൽ ശനി മുടി ചൂടും എന്നൊരു ചൊല്ലുണ്ട്. ശനിക്ക് 3, 6, 11 ഭാവങ്ങൾ വളരെ അനുകൂലമാണ്. 3ൽ ശനി മുടി ചൂടും എന്ന് പറഞ്ഞാൽ രാജാവിനെ പോലെ ജീവിക്കും എന്നാണ് അർത്ഥം. 4 ലാഭവും ധനലാഭവും കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ നിന്നുള്ള ആദായവുമാണ് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് പെട്ടെന്ന് പറയാവുന്നത്. സമ്പത്ത് വരാനുള്ള പല പല സാധ്യതകളും തെളിഞ്ഞു വരും. ബാങ്ക് ബാലൻസ് കൂടും. തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പല ജോലികളും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും നന്നായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെടും. ധനു രാശിക്കാരുടെ ഉറങ്ങിക്കിടന്ന ഭാഗ്യം ഉണരും. ചില ആൾക്കാരെ സംബന്ധിച്ച് വ്യാഴവും ശനിയൊക്കെ ജാതകത്തിലും അനുകൂലമാണെങ്കിൽ ലോട്ടറി കിട്ടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. സ്ഥാനവും പണവും ബഹുമാനവും കിട്ടുന്ന ഒരു സമയമാണ്. കുടുംബജീവിതത്തിൽ സാമാന്യം സന്തോഷമുണ്ടാകും.
നിക്ഷേപങ്ങളൊക്കെ നടത്താനും ഈ സമയത്ത് സാധിക്കുന്നതാണ്. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ആദായം ലഭിക്കുന്നതുമാണ്. ഇപ്പോഴ് വിഷമത അനുഭവിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ അവർക്കൊക്കെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. പല തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വീട് പണിയൊക്കെ പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യും. നേരത്തെ തടസ്സപ്പെട്ട് കിടന്ന വീട് പണിയൊക്കെ ഒന്നുകൂടെ പുനരാരംഭിക്കും. ദൂരദേശ യാത്രകൾ ചെയ്യേണ്ടി വരും. അലച്ചിലൊക്കെ കുറച്ചുണ്ടാകും. എങ്കിലും പല യാത്രകളും നല്ല പ്രയോജനം ഉണ്ടാക്കുന്ന യാത്രകളായിരിക്കും. അധിക ചെലവുകളൊക്കെ നിയന്ത്രിക്കാനും ഇപ്പം നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ധനം വരുന്നത് സൂക്ഷിക്കാനും ഒക്കെ ഈ സമയത്ത് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കുന്ന സമയമാണ്. പിതാവുമായിട്ട് നല്ല ബന്ധമൊക്കെ പുലർത്താൻ സാധിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ രോഗാവസ്ഥയിൽ ശമനം ഉണ്ടാകുന്നതാണ്. അയൽക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയവുമാണ്. കർമ്മരംഗത്ത് മാറ്റം ഉണ്ടാവും. സ്ഥാനമാറ്റമോ സ്ഥലമാറ്റമോ ഉണ്ടാകും. പ്രൊമോഷനൊക്കെ ലഭിച്ചേക്കാം. പക്ഷേ വീട് വിട്ട് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആ ഒരു പ്രശ്നമുണ്ട്. ശനി നമ്മളെ ഒരു ചില സമയത്ത് അകറ്റി നിർത്തുന്ന ഒരു അവസ്ഥ വന്നേക്കാം. നല്ല കാര്യമാണ് സംഭവിക്കുന്നതെങ്കിലും വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വരാം. അങ്ങനെ ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടായേക്കാം. കുറച്ച് ദൂരോട്ട് മാറി പഠിക്കേണ്ട സാഹചര്യങ്ങൾ സംജാതമാവും. അപ്പോൾ ഇതാണ് നമുക്ക് പൊതുഫലം എന്ന് പറയാൻ കഴിയുന്നത് ധനുക്കൂറിൻ്റെ. കുറേ സംഘർഷങ്ങൾക്കൊക്കെ അയവ് കിട്ടുന്ന ഒരു സമയമാണ്. ജൂലൈ 12 ചൊവ്വ 6-ാം ഭാവത്തിലേക്ക് മാറും, ഇടവത്തിലേക്ക് മാറും. അപ്പോൾ അതും ഗുണകരമാണ്. പിന്നെ ഒരു 1.5 മാസത്തോളം ചൊവ്വ അവിടെ സഞ്ചരിക്കും. വ്യാഴം ഉണ്ട് അവിടെ. വ്യാഴം 6-ൽ നിൽക്കുന്നത് അത്ര ഗുണകരമല്ല, ഒട്ടും തന്നെ ഗുണകരമല്ല. എന്നാൽ ചൊവ്വ 6-ൽ നിൽക്കുന്നത് വളരെ ഗുണകരമാണ്. ശത്രുക്കളെല്ലാം നശിച്ചു പോവുകയോ അല്ലെങ്കിൽ ശത്രുക്കൾ നിഷ്പ്രഭരാകുകയൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ശനിയുടെ 3-ലെ സഞ്ചാരവും പിന്നെ ഈ ചൊവ്വയുടെ 6-ലെ സഞ്ചാരവും കൂടെ ചേരുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള നേട്ടങ്ങൾ ഈ സമയത്ത് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം 6-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിന് നമ്മൾ ഒരു വഴിപാട് ചെയ്യണം. വിഷ്ണു ഭഗവാന് വഴിപാട് ചെയ്ത്, അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് വഴിപാട് ചെയ്ത് ആ ദോഷാവസ്ഥ അങ്ങ് ഒഴിവാക്കണം. പിന്നെ അടുത്തത് അവർ ചെയ്യേണ്ട മറ്റു വഴിപാടുകൾ നമ്മൾ നോക്കുമ്പോൾ നീരാഞ്ജനം ചെയ്യുക ശാസ്താവിന്. ശാസ്താവിൻ്റെ സഹസ്രനാമങ്ങൾ അല്ലെങ്കിൽ ശാസ്ത അഷ്ടോത്തര ശതനാമാവലി ചൊല്ലുക, അല്ലെങ്കിൽ ശാസ്താവിൻ്റെ ഏതെങ്കിലും 12 നാമങ്ങൾ ചൊല്ലുക, അല്ലെങ്കിൽ മൂലമന്ത്രം ജപിക്കുക. ഇതൊക്കെ വളരെ ഗുണകരമാണ്. മൂലമന്ത്രം എപ്പോഴും ഗുരു ഉപദേശത്തോടെ ചെയ്യുന്നതാണ് നല്ലത്. മറ്റ് നാമങ്ങളൊന്നും ജപിക്കുന്നതിനോ ഭജനം പാടുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ശാസ്താവിനെ ഭജിച്ചാൽ ഇവർക്ക് വളരെ ഗുണകരമാണ്. അപ്പം ശനി 3-ൽ സഞ്ചരിക്കുന്ന ആ മുടി ചൂടുന്ന കാലത്ത് ധനവരമൊക്കെ ഉണ്ടാകാനായിട്ട് ശനിപ്രീതി കർമ്മങ്ങൾ നല്ലതാണ്. ശാസ്താപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. പിന്നെ ശത്രുനാശം ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ. അതിനുവേണ്ടി അപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ശത്രുക്കൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. അവരവരുടെ വഴി നോക്കി പൊക്കോളും. പ്രത്യേകിച്ച് ഈ സമയത്ത് ചൊവ്വ 6-ൽ വരുമ്പം ചൊവ്വ കൈകാര്യം ചെയ്തോളും ശത്രുക്കളുടെ ശല്യമൊക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ധനലാഭം എന്ന് പറയുമ്പോൾ വലിയൊരു തുക കയ്യിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം പല ഗ്രഹാവസ്ഥകളും നമ്മൾ നോക്കണം. 6-ലാണല്ലോ വ്യാഴം നിൽക്കുന്നത്, ധനകാരകനായ വ്യാഴം. അതുകൊണ്ട് പിന്നെ ഒരു എല്ലാ ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട എല്ലാവർക്കും വൻ നേട്ടം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. വ്യാഴം ജാതകത്തിൽ വളരെ അനുഗ്രഹദായകനാണെങ്കിൽ അത് ഈ സമയത്ത് ആ ദോഷം കുറേയൊക്കെ പരിഹരിക്കപ്പെടുകയും ശനിയും ചൊവ്വയും നൽകുന്ന ആ ധനലാഭത്തിന് അർഹനാകുകയും ചെയ്യും. അപ്പോൾ ഏതായാലും ജോലിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന ശമ്പളത്തിൽ വർധനവിന് ഇൻക്രിമെൻ്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിക്ഷേപങ്ങളൊക്കെ ലാഭകരമാകുന്ന കാലവുമാണ്. എന്താണെങ്കിലും ശാസ്താവിന് കൃത്യമായ വഴിപാട് ചെയ്യുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, വെണ്ണ തുടങ്ങിയവയൊക്കെ സമർപ്പിക്കുക. മഹാവിഷ്ണുവിന് താമരമൊട്ട് സമർപ്പിക്കുക, അല്ലെങ്കിൽ താമര ഇതിൽ കൊണ്ടുള്ള അർച്ചന സമർപ്പിക്കുക. ലക്ഷ്മി ദേവിക്ക് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വെളുത്ത പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി സമർപ്പിക്കുക.
ഒരു വെളുത്ത പട്ടും കൂടെ സമർപ്പിക്കുക. ഇതൊക്കെ ഈ ധനപരമായ ബുദ്ധിമുട്ട് മാറാൻ ഏറ്റവും ഗുണകരമാണ്. അപ്പോൾ കർമ്മരംഗത്ത് എതിർപ്പുകളൊക്കെ പൊതുവെ കുറയും. കേതുവിൻ്റെ ആ ഒരു ദോഷം മാറുന്നതിന് ഗണപതി ഭഗവാന് മുക്കുറ്റി പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ നെയ്വിളക്കോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. കുടുംബദേവതയ്ക്കും കൂടെ അർച്ചന ചെയ്താൽ ധനഭാവം പുഷ്ടിപ്പെടുന്നതാണ്. ലഭിക്കുന്ന ധനം കയ്യിൽ നിൽക്കാനും അത് ഏറ്റവും നല്ലതാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തുലാം, വൃശ്ചികം, ധനു എന്നീ കൂറുകളിൽ വരുന്ന വിവിധ നക്ഷത്രക്കാരുടെ ഫലമായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. ഇതിൽ ഒരു 3/4 ഭാഗം ഫലങ്ങളും എല്ലാവർക്കും ഒരു 75% ഫലങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കെല്ലാം പൊതുവായിട്ട് അനുഭവിക്കാനുണ്ടാകും. പിന്നെ നമ്മുടെ ജനിച്ച സമയത്ത് ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതുകൂടെ ചേർത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ ഒരു വീഡിയോയിലത് അങ്ങനെ പ്രത്യേകമായിട്ട് ഓരോരുത്തരുടെ ഫലം പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് പൊതുഫലമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും എല്ലാം സഹോദരങ്ങൾക്കും ഒക്കെ അനുഗ്രഹം സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.